ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 50 രൂപ ഇന്ത്യക്കാരുടെ കീശയിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നതാണ്. കേന്ദ്ര സർക്കാർ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില 50 രൂപ കൂട്ടിയിരിക്കുന്നു. സബ്സിഡി ഉൾപ്പെടെയുള്ളവർക്കും ഈ വില വർധന ബാധകമായിരിക്കും. വലിയ രീതിയിലുള്ളൊരു വിലക്കയറ്റത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. പാചകവാതകത്തിന്റെ വില 50 രൂപ ഗാർഹിക ആവശ്യത്തിനുള്ളതിന് കൂട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഹോട്ടലുകൾ അടക്കമുള്ള ഇടങ്ങളിൽ ഊണ്, ചായ, പ്രഭാത ഭക്ഷണം എന്നിവ അടക്കമുള്ളവയ്ക്കും ഇനി വില കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് പലതരത്തിൽ ബാധിക്കുകയും ചെയ്യും നമ്മുടെ പൊതുജീവിതത്തെ. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുൻപ് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, S മനു എന്നിവരുടെ ഉത്തരവ്. അതേസമയം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പീൽ വേനലവധിക്ക് ശേഷം ജൂൺ 16 വീണ്ടും പരിഗണിക്കും. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് കമ്മീഷൻ നിയമനം റദ്ദാക്കിയത്. സർക്കാർ വേണ്ടത്ര പഠനം നടത്താതെയും വസ്തുതകൾ പരിശോധിക്കാതെയുമായിരുന്നു കമ്മീഷനെ നിയമിച്ചതെന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ കമ്മീഷൻ പ്രവർത്തനം ഇന്ന് തന്നെ പുനരാരംഭിക്കുമെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മെയ് മാസത്തിനകം അന്തിമ റിപ്പോർട്ട് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ. 2 മാസം കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. വഖഫ് നിയമ ഭേദഗതി കമ്മീഷന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. ഭേദഗതി നിലവിൽ വന്നാലും ഓരോ കേസിലും കോടതിയാകും തീരുമാനമെടുക്കുകയെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. മുനമ്പത്ത് കമ്മീഷൻ പ്രവർത്തനങ്ങൾ തുടരാമെന്ന വിധി പ്രതീക്ഷിച്ചതാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പം കമ്മീഷനെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതാണ് സങ്കീർണതകൾ ഉണ്ടാക്കിയത്. സ്റ്റേ നിയമപരമായി നിലനിൽക്കുന്നതല്ല. കമ്മീഷനെ വയ്ക്കാതെ തന്നെ പ്രശ്നം തീർക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.